സന്നിധിയിൽ ഇരിക്കുന്ന എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ, ഉത്തമമായ ബോധ്യത്തോടെ എനിക്ക് ഒരു വിടുതൽ ആവശ്യമാണ് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ രാത്രി ശക്തിയോടെ ഇന്ന് ഇറങ്ങേണ്ടതിനായിട്ട് ഒരു വലിയ വിടുതൽ എനിക്ക് ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നവർ, പറയുന്നവരെല്ലാവരും വായകളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഷാഥാറമന ഹദരിയാദന റസ്മന പ്രബാൽദേരിയാർഗോസിയാംതൽ പ്രബല ഘടകസിയ. കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ മേലെല്ലാം ചില വിടുതലുകളെ ദൈവം അയക്കേണ്ടതിനായിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയോ. കർത്താവ് നിങ്ങളുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തോ ഈ പ്രാരംഭത്തിൽ പരിശുദ്ധ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. കർത്താവ് നിങ്ങളുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തത്, നിങ്ങൾക്ക് നടക്കത്തില്ല എന്ന് നിങ്ങൾ സ്വയമായി വിധി എഴുതിയത്, സാഹചര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതിനെ ഇന്ന് സ്വർഗത്തിലെ ദൈവം തിരുത്തുന്നല്ലോ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയാത്തതിലപ്പുറമായ ചില വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും എല്ലാവരും വായ്കളെ ചലിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കുവാൻ, ദൈവം നമ്മളോട് ഇടപെടുവാൻ നമുക്കൊരു ദൈവ ശബ്ദം ആവശ്യമാണ്. ദൈവമകളെ, നമ്മൾക്ക് കർത്താവിൻ്റെ ശബ്ദം വേണം. മാനുഷികമായ ശബ്ദമല്ല, മാനുഷികമായതല്ല നമ്മൾക്ക് കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും, ദൈവശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും വായ്കളെ തുറന്നാട്ടെ, അതരങ്ങളെ ചലിപ്പിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങട്ടെ. കർത്താവിൻ്റെ വലിയ തേജസ് വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ സംഭവിക്കട്ടെ. അസാധാരണമായ ദൈവത്തിൻ്റെ മഹത്വം യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. പാടി ആരാധിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ശക്തീകരിച്ചല്ലോ. കർത്താവരെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ ഇനിയും അനേക വേദികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ, അടഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുവാൻ ദൈവം അവരെ ശക്തിയോടെ നിർത്തുവാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, എല്ലാവരും വായ്കളെ തുറന്ന് അതരങ്ങളെ ചലിപ്പിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ചാമാൻറ്റി പ്രാർത്ഥിക്കാമോ? വാഴ്ത്തുവാനും കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ അവർ നൽകി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി അങ്ങേ സ്തുതിക്കാണ്, വാഴ്ത്തുവാണ് കർത്താവേ. ഹല്ലേലൂയ. സമൂലമായ ഓരോ ദിനരാത്രങ്ങളും അടിയങ്ങളെ വിട്ട് കടന്നു പോകുന്നപ്പ. ഹല്ലേലൂയ, സ്തോത്രം. അടിയങ്ങളെ ഓരോരുത്തരെ അവിടെ ഉടങ്ങളായി പരിപാലിച്ച ചിറകിനടിയിൽ മറച്ചതോർത്തു നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങൾ കർത്താവേ ലഭിക്കുന്ന സമയങ്ങളൊന്നും നഷ്ടമാക്കി കളയാതെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഓടി അടുത്ത് വരുവാനുള്ള ഒരു കൃപ ഞങ്ങളുടെ മേലോട്ട് പകർന്നപ്പ. അടിയങ്ങളെ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാണ് കർത്താവേ. ഈ വൈകിട്ടത്തെ കൂട്ടായ്മ കർത്താവേ അടിയങ്ങളുടെ ഓരോ ജീവിതത്തിനും ആത്മീയ അനുഗ്രഹമായി നന്മയായി വിടുതലായി തീരുവാൻ തക്കണം കർത്താവിന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളുടെ സന്നിധിയിൽ കഴിക്കുന്ന വിഷയങ്ങളുടെ മേൽ, അപേക്ഷകളുടെ മേൽ കർത്താവേ ശ്രദ്ധ വെച്ച് കേൾക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനങ്ങളുണ്ട് കർത്താവേ, അതൊക്കെ ക്ഷമിച്ചപ്പ. ഹല്ലേലൂയ. ഈ രാത്രി കാലം കർത്താവേ അടിയങ്ങളോട് അവിടുന്ന് ഹല്ലേലൂയ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൽ കൂടി ആത്മാവിൽ കൂടി അടിയങ്ങളോട് രാത്രി കാലം സംസാരിക്കണമേ കർത്താവേ. വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസി അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴമായി പതിക്കുവാൻ കർത്താവേ, അതിപ്രകാരം ഓരോ ചൂടും മുമ്പോട്ട് വയ്ക്കുവാൻ തക്കണം കർത്താവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ഓരോരുത്തരുടെയും ഞങ്ങളുടെ ആത്മാവിനെ കർത്താവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ കൂട്ടായ്മ എല്ലാ വ്യക്തി
ജീവിതങ്ങൾക്കും വിടുതലായി തീരുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ദാസിയെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ആയിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമസ്ത വിഷയങ്ങളും കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. സകല മഹത്വവും മാനവും പുകഴ്ച അങ്ങയ്ക്ക് തന്നെ. സകലവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരങ്ങളെ തന്നതോർത്ത് കർത്താവിന് ഒത്തിരി നന്ദി കരയേറ്റുകയാണ്. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫോണുകൾ ദയവായി മ്യൂട്ട് ചെയ്യുക. നമ്മുടെ ശബ്ദം, പല ഫോണുകളിൽ നിന്നുള്ള ശബ്ദം അതൊരു വലിയ ബുദ്ധിമുട്ടാകാതെ നിങ്ങളത് മ്യൂട്ട് ചെയ്യുക. കാണിച്ച സഹകരണത്തിന് ഒത്തിരി നന്ദി കരയേറ്റുന്ന കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. സ്ഥിരമായി മുടങ്ങാതെ ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട്. ഓർത്ത് ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുന്നു. നിങ്ങളെ മുഖാമുഖം കണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഇങ്ങനെ ദൈവം ഈ സൂമിലൂടെ ഒരു അവസരങ്ങളെ നൽകുന്നല്ലോ. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി ഞാൻ ഒത്തിരി കർത്താവിന് നന്ദി കരയേറ്റുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്യാനുള്ളവരെ വേഗത്തിൽ കർത്താവ് കൂട്ടി വരുത്തട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് വിടുതലുകളെ അയക്കുന്ന ദൈവമാണ്. ദൈവത്തിന് വലിയ വലിയ കൃപ ദൈവം നമ്മളിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ മാവേലിക്കരയിലെ മീറ്റിംഗ് വളരെ അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാനിടയായി. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി കരയേറ്റും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കുന്നത് ഓർത്ത് ഒത്തിരി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും കുടുംബമായി ഞങ്ങളെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് വിടുതലുകൾ അയക്കുന്ന ദൈവമാണ്. ചില രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഇതിനകത്തുണ്ട്. പ്രിയ അലസ്യാൻ എല്ലാ വീക്കിലും കയറുന്നതാണ്. ഇന്ന് പനിയാൽ തൻ്റെ ദാസൻ ഭാരപ്പെടുന്നു. കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രോഗത്തിലൂടെ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. കർത്താവ് അവർക്ക് വലിയ സൗഖ്യത്തെ കർത്താവ് നൽകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ആഴ്ച കർത്താവ് വലിയ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്തോ പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭത്തിൽ അങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ സെക്കൻഡ് വീക്കിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതെൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. ഇതെൻ്റെ പ്രോമിസിൻ്റെ സമയമാണ്. ഞാൻ കേട്ട ദൈവശബ്ദങ്ങൾ, ഞാൻ കേട്ട വാഗ്ദത്തങ്ങളെ കർത്താവ് നിറവേറുന്ന സമയങ്ങളാണെന്ന് എത്ര പേർ ആത്മാവിൽ ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യട്ടെ. നിങ്ങളുടെ തലമുറകളുടെ മേൽ അത് തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വേഗത്തിൽ നമുക്കൊരു വേദഭാഗം ഒന്ന് പറഞ്ഞ് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ആമേൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ. നിങ്ങളെല്ലാവരും വചനം കണ്ടു. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. വളരെ പരിചയവും പലപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ നാവുകളിൽ പറയുന്നതുമായ ഒരു വേദഭാഗമാണ് ഇന്ന് ഇവിടെ വായിച്ചിരിക്കുന്നത്. എഴുതി വച്ചിരിക്കുന്നു 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നൊന്ന് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്. എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ആമേൻ. ആരോടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നു. നിന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി, ഇന്ന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. കർത്താവ് ആരെയൊക്കെയോ ശക്തീകരിക്കുന്ന ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ആരെയൊക്കെയോ കർത്താവ് ശക്തീകരിക്കുന്നത് പോലെ, ആരെയൊക്കെയോ കർത്താവ് ശക്തീകരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്ന ആരെയോ, ബലഹീനപ്പെടുന്ന ആരെയോ, തളർന്നിരിക്കുന്ന ആരെയോ സ്വർഗത്തിലെ ദൈവം ഇന്ന് ശക്തിപ്പെടുത്തുകയാണ്.
എത്ര പേരത് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് ഉറപ്പായിട്ട് ആ ദൂതിനെ റിസീവ് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു, കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വായി തുറന്ന് നിങ്ങളത് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾക്ക് മേളിൽ ഒരു ദൈവശക്തി വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ ബലഹീന അവസ്ഥകൾക്ക് മേളിൽ, നിങ്ങളുടെ ബലഹീനമായ സാഹചര്യങ്ങൾക്ക് മേളിൽ, നിന്നെ ബലഹീനപ്പെടുത്തുന്ന പ്രശ്നത്തിന്റെ മുകളിൽ ഒരു ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. അത് തിരിച്ചറിയുന്ന ദൈവജനമുണ്ടെങ്കിൽ, അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ വായ്കളെ തുറന്ന് കരമടിച്ചോ. ഹല്ലേലൂയ. അന്യഭാഷയിൽ അത് സ്വീകരിക്കാമെങ്കിൽ അങ്ങനെയോ നിങ്ങൾ വായ്കളെ തുറന്ന് അത് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ശക്തനാക്കുന്ന, നിങ്ങളെ ശക്തനാക്കുന്ന, നിങ്ങളെ ശക്തനാക്കുന്ന ഒരു കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ശക്തിയോടെ വെളിപ്പെടുക. ആരുടെയൊക്കെയോ മേൽ ഒരു വലിയ ദൈവശക്തി വെളിപ്പെടുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളെ ശക്തനാക്കുന്ന, അതിനെ എഴുതി വെച്ചിരിക്കുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും, കുറച്ചിൽ എന്നല്ല, ഇത്തിരി എന്നല്ല, അല്ലെങ്കിൽ പകുതി എന്നല്ല, സകലത്തിലും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവശക്തിയുണ്ട് ദൈവമക്കളെ, ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്താ? നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങൾ ക്ഷീണിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒന്നുണ്ട്. അതാണ് ദൈവശക്തി. ഹല്ലേലൂയ. തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ, നീ താളടിയായി പോകാതെ, നീ ഇടിഞ്ഞു പോകാതെ, നിന്നെയും നിന്റെ കുടുംബത്തെയോ പണിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഒരു ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ കർത്താവ് ഇന്ന് രാത്രി പകരുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. ആത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം, ഒരു ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ശക്തിയോടെ. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് ഞാൻ ആരോടോ പ്രവചിക്കുക, ആരേക്കോ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന ആരെയോ, മടുത്തിരിക്കുന്ന ആരെയോ, തളർന്നിരിക്കുന്ന ആരെയോ, തകർന്നെന്ന് പറഞ്ഞ ആരെയോ ഒരു ദൈവശക്തി ശക്തീകരിക്കുന്നു. തകർന്ന നിന്നെ പണിയുന്ന ദൈവശക്തി, ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ബലപ്പെടുത്തുന്ന ദൈവശക്തി. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് ഒരടി പോലും വെക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന നിന്നെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന ദൈവശക്തി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു ദൈവശക്തി ശക്തിയോടെ വെളിപ്പെടുകയാ, ഒരു ദൈവശക്തി ശക്തിയോടെ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി നിന്നെ ഹല്ലേലൂയ. കർത്താവ് ആരെയൊക്കെയോ ഈ ആഴ്ച ബലപ്പെടുത്തുന്നത് പോലെ കർത്താവ് ആരെയൊക്കെയോ ഈ ദിവസം ശക്തീകരിക്കുന്നല്ലോ. പ്രാപിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷയമുണ്ട്. പക്ഷെ എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇന്ന് രാത്രി ആർക്കാ ഉറപ്പുള്ളത്? ആർക്കാ ധൈര്യമുള്ളത്? നിന്റെ പ്രശ്നത്തിന്റെ മുകളില്, നിന്റെ പ്രതികൂലത്തിന്റെ മുകളില്, നിന്റെ അടഞ്ഞ അധ്യായത്തിന്റെ മുകളില് നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവകരം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആരുടെയോ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നു. എന്തോ പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ചില അടഞ്ഞ അധ്യായങ്ങളെ ഇന്ന് രാത്രി ഈ ദൈവശക്തി തുറക്കുകയാ. ചില അടഞ്ഞ അധ്യായങ്ങൾ തുറക്കുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു.
ഹാരദരമാ സന്തൽ പ്രഭാർദേരിയാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലമില്ലാത്തവന് ഹല്ലേലൂയ ശക്തിപ്പെടുത്തുന്ന പൗലോസ് എഴുതി വച്ചിരിക്കുക. ഒത്തിരി പ്രയാസത്തില്, ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ദൈവ മനുഷ്യനാ. കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു ദൈവ മനുഷ്യനാ. ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ, കാരാഗ്രഹത്തിലൂടെ, തടവറയിലൂടെ, ഹല്ലേലൂയ മരണത്തിന്റെ താഴ്വരയിലൊക്കെ കടന്നുപോയതാ. പക്ഷെ ഈ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര. നിന്റെ പ്രതികൂലത്തെ നോക്കി ധൈര്യത്തോടെ ഇന്ന് രാത്രി പറയാൻ കഴിയുമോ? നിന്റെ പ്രതിസന്ധിയെ നോക്കി പറയാൻ കഴിയുമോ? നിന്റെ മുന്നിൽ നിൽക്കുന്ന ചെങ്കടലിനെ നോക്കി പറയാൻ കഴിയുമോ? നിന്റെ മുന്നിൽ നിൽക്കുന്ന വഴി അടഞ്ഞ വിഷയത്തെ നോക്കി ആത്മാവിൽ പറയാൻ കഴിയുമോ? എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്. പ്രാപിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തി ചിലരുടെയൊക്കെ മുന്നിൽ അടഞ്ഞതിനെ തുറക്കുന്ന, ചിലരുടെയൊക്കെ ചെങ്കടൽ വഴി മാറുന്ന ദൈവശക്തി ഇന്ന് രാത്രി ശക്തിയോടെ. നാളെ നിന്റെ മുന്നിൽ ഇരിക്കുന്ന ചില വിഷയമില്ലേ, നീ എന്താകുമെന്ന് ചിന്തിക്കുന്ന വിഷയം, അതിനെ നോക്കി പറ, ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ അതിനെ നോക്കി പ്രവചിക്ക, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. തകർന്ന സാമ്പത്തിക മേഖലയെ നോക്കി പറയാൻ കഴിയുമോ? ഇതിനകത്ത് തന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ വഴിയടഞ്ഞ വിഷയങ്ങളെ നോക്കി പറ, ഹല്ലേലൂയ അടക്കപ്പെട്ട വിഷയത്തെ നോക്കി പറ, കല്ല് വെച്ച് മൂടിയ വിഷയത്തെ നോക്കി പറ, ഇല്ല ഇതിനകത്ത് തന്നെ ശക്തീകരിക്കുന്ന. കുന്നുകൂടിയ സങ്കടങ്ങളെ നോക്കി പറയാൻ കഴിയുമോ? എന്നെ ശക്തനാക്കിയവൻ മുഖാന്തരോ. ഹല്ലേലൂയ ഞാൻ സകലത്തിലും മതിയാകുന്നെന്ന്. ഉറക്കമില്ലാത്ത ചില വിഷയങ്ങളെ നോക്കി പറയാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നീ ഫേസ് ചെയ്യാൻ പോകുന്ന ചില വിഷയങ്ങളില്ലേ, അതിനെ നോക്കി പറ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ എന്നോട് പരിശുദ്ധാത്മാവ് ഒരു പ്രവചനം കൈമാറാൻ പറയുന്നു. ചില എക്സാമുകൾക്ക് വേണ്ടി റെഡി ആയിരിക്കുന്ന ആരോട് പരിശുദ്ധാത്മാ പ്രവചിക്കുകയാ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി അവിടെ ഉണ്ടെന്ന്. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്നൊന്ന് പറയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും, എന്നാ വലിയ ദൂത അതല്ല, ഞാൻ സകലത്തിലും, ഹല്ലേലൂയ എൻ്റെ എല്ലാ പ്രശ്നത്തിലും എനിക്ക് ശക്തനാക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. എൻ്റെ പകുതി ദൈവമക്കളെ, നമ്മുടെ പകുതി വിഷയത്തിലല്ല, ഹല്ലേലൂയ ഒന്നോ രണ്ടോ പ്രശ്നത്തിലല്ല, നീ ലൈഫിനകത്തും ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയത്തിനകത്തും നിന്നെ ശക്തിപ്പെടുത്താൻ ഒരു ദൈവം ഉണ്ടെന്ന്. മരുഭൂമിക്കകത്ത് നീ പോയാലോ, തീച്ചൂളക്കകത്ത് വീണാലോ, ഹല്ലേലൂയ തകരുമെന്ന് തോന്നുന്ന 4 യാമത്തിൽ നീ എത്തിയാലോ, അവിടെ നിന്നെ ശക്തീകരിക്കാൻ ഒരു ദൈവത്തിന്റെ കരം ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞ, ഹല്ലേലൂയ അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. എന്നാ വലിയ ധൈര്യമാ പൗലോസിനല്ലേ. ഹല്ലേലൂയ ഏത് പ്രതിസന്ധി വന്നാലും അങ്ങനെ അങ്ങ് പറയണം ദൈവമക്കളെ. ഹല്ലേലൂയ ഞാൻ പറയാം, ഇത് കൊണ്ടുവരുന്ന പിശാച് നിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകും. ഈ ധൈര്യം കാണുമ്പോൾ ഇത് കൊണ്ടുവരുന്ന സാഹചര്യം നിന്റെ മുന്നിൽ നിന്ന് വഴിമാറുമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. നിങ്ങൾ പറയണം, നിങ്ങളുടെ രോഗത്തിനകത്ത് തന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്ത് തന്നെ
ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ അല്ല ഒരു പക്ഷെ നിങ്ങളെ ശക്തീകരിക്കുന്നത്, അതിനപ്പുറം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അതിനേക്കാൾ പവറോടെ നിങ്ങളെ ശക്തീകരിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതിനേക്കാൾ പവറോടെ നിന്നെ വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ ദൈവ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 12-ാം അധ്യായം 10-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവയൊക്കെ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ സഹിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നാണെന്നറിയാമോ? ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ ബലഹീനനാ. ഓക്കെ, ഹല്ലേലൂയ. ബലഹീനത എനിക്കുണ്ട്, കയ്യേറ്റം എനിക്ക് വന്നു, ബുദ്ധിമുട്ട് എനിക്ക് വന്നു, ഉപദ്രവം എനിക്ക് വന്നു, ഞെരുക്കം വന്നു. ഇതെല്ലാം വന്നാലും ഹല്ലേലൂയ എനിക്ക് പ്രശ്നമില്ല. കാരണം എന്നാണെന്നറിയാമോ? ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ബലഹീനനാ. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ബലം ക്ഷയിച്ചവനാ. പക്ഷെ എൻ്റെ അകത്ത് ഈ ബലഹീനത പുറമേ ഉള്ളൂ, അകത്തൊരു ദൈവശക്തി ഉണ്ട്. ഹല്ലേലൂയ. ബലഹീനത നിന്റെ പുറത്താണ്, ക്ഷീണം നിന്റെ പുറത്താ. ഹല്ലേലൂയ. ആ ക്ഷീണത്തെ മാറ്റുന്ന ഹല്ലേലൂയ അകത്തൊരു ശക്തി. ആരുടെയൊക്കെയോ ബലഹീനതകൾക്ക് മുകളിൽ ബലം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില രോഗങ്ങൾക്ക് മുകളിൽ, ഹല്ലേലൂയ, ചില ഹല്ലേലൂയ പ്രതിസന്ധിക്ക് മുകളിൽ ഒരു ദൈവിക ബലത്തെ കർത്താവ് ഇന്ന് തുറക്കുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. 12-ാം അധ്യായം വരുമ്പോൾ ഈ ദൈവമനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോൾ, സാഹചര്യം നോക്കിയാൽ നിങ്ങൾ ബലഹീനരാ, പുറമെ നോക്കുമ്പോൾ നമ്മൾ ബലഹീനരാ ദൈവമക്കളെ. പക്ഷെ അകത്ത് ആരും അറിയാത്തൊരു ശക്തി നിനക്കുണ്ട്. ഹല്ലേലൂയ. കാരണം ഏതാണെന്നറിയാമോ? ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുക. കാരണം എന്തിനാണെന്നറിയാമോ? ബലഹീനതകൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ബലഹീനതയ്ക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, കയ്യേറ്റത്തിന് നിന്നെ തീർക്കാൻ കഴിയത്തില്ല, ബുദ്ധിമുട്ടിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഉപദ്രവം വന്നുകൊണ്ട് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഞെരുക്കത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ വിധ പ്രശ്നം നിന്റെ തലയുടെ മുകളിൽ കൂടെ കൊണ്ടുവന്നിട്ട് പിശാച് നിന്നെ തകർക്കാൻ നോക്കിയാലോ, ആത്മാവിൽ പറയണമില്ല, ഇതെല്ലാം പിശാച് ഒരുമിച്ച് എൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് ഒരുമിച്ച് 4 സൈഡും ആഞ്ഞടിച്ചാലോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ പറയണമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. പ്രതിസന്ധിയുടെ ഹല്ലേലൂയ തിരകൾ നിന്റെ ജീവിതത്തിന് മുന്നിൽ ഒന്ന് മാറി അടിക്കുമ്പോൾ പറയണോ, ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം നിന്റെ വീടിന്റെ മുകളില് നിന്റെ സാഹചര്യത്തിനകത്ത് കൊണ്ടിട്ട് ഹല്ലേലൂയ നിന്നെ തകർക്കാൻ നോക്കും. പറ, ഇല്ല, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. ധൈര്യമായിട്ട് ഇത് പറയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങൾ ജയിച്ചു. ഹല്ലേലൂയ. ഇത് പറയാൻ കഴിഞ്ഞാൽ നിന്റെ പ്രതികൂലത്തിനകത്ത് നിങ്ങൾ ജയിച്ചെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് വായ തുറന്നെന്ന് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ ചില സാഹചര്യങ്ങൾക്കകത്ത് ശക്തിപ്പെട്ട് വരികയാ. നിന്നെ ക്ഷീണിപ്പിച്ച ചില ഇസബേലിന്റെ വാക്കുകൾക്ക് മുന്നിൽ നിന്നെ ഒതുക്കി കളഞ്ഞ ചില ഇസബേലിന്റെ വാക്കിന് മുന്നിൽ ഇന്ന് ദൈവം നിന്നെ ശക്തിപ്പെടുപ്പിക്കുകയാ. ദൈവം നിന്നെ ശക്തീകരിക്കുകയാ. മരണത്തിന്റെ വാക്കുകളിട്ട് നിന്റെ ശക്തി ക്ഷയിപ്പിച്ച ചില മേഖലകളില്ലേ, ഇന്ന് രാത്രി അതിനെ പൊട്ടിക്കാനോ അഭിഷേകം. ശാലിനി സിസ്റ്ററെ പ്രാപിച്ചോ? യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര ദൈവശക്തി വീഴുന്നത് ഞാൻ കാണുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യം.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും സകലത്തിനും. ഹല്ലേലൂയ. പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഇസബേലിൻ്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ ക്ഷീണിച്ചിരിപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ എന്നെ അങ്ങ് എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ല, നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവകരമുണ്ട്. എന്തോ പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചിക്കുകയാ. ശിനുവാൻറ്റി പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ഈ ദിവസങ്ങളിൽ ശക്തി ക്ഷയിപ്പിക്കുന്ന ബലം ചോർന്നു പോകുന്നത് പോലെ, മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെയുള്ള ചില സാഹചര്യങ്ങൾക്കകത്ത് ഇന്ന് പരിശുദ്ധ ആത്മാവ് ഒരു ഭയങ്കര ശക്തിപ്പെടുത്തൽ നടക്കുകയാ. ചില ഈസബേലിന്റെ വാക്കിന് മുന്നിൽ ക്ഷീണിക്കാനുള്ളതല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമെന്ന് പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ആ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു. ഓ റാദാ ലബ, നിനക്ക് ഇനിയും നിനക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ടെന്ന്, ഇനിയും നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട്. ഏതെങ്കിലുമൊക്കെ വാക്കുകൾക്ക് കേട്ട് നീ ഒതുങ്ങണ്ട, അതിനെ ജയിക്കാനൊരു ശക്തി. ഓ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പ്രവചിക്കുകയാ. ചില വാക്കുകൾ കേട്ട് ഒതുങ്ങിപ്പോയ ആരെയോ ആത്മാവ് തൊടുന്നല്ലോ. ചില വാക്കുകൾ കേട്ട് ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ നോക്കിയിട്ട് പറയില്ല, ഈ വിഷയത്തിനകത്ത് എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. ചിലരുടെ വഴി തുറക്കുന്നല്ലോ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ചിലരുടെ വഴികളൊക്കെ തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞെന്ന് തോന്നുന്നത് ചിലത് ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ജൂലിയാൻറ്റി പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. ഒരു ശക്തിപ്പെടുത്തലുകൾ, ഒരു ഭയങ്കര ദൈവശക്തി വീഴുന്ന ഞാൻ കാണുന്നു. ചില മേഖലകളിൽ കർത്താവ് ഇന്ന് രാത്രി ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മനസ്സിന്റെ ചില ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ സുസ്ലാൻഡി ഭയങ്കര ദൈവ സാന്നിധ്യം വീഴുന്ന ഞാൻ കാണുന്നല്ലോ. നിന്നെ ശക്തിപ്പെടുത്തുന്ന ജൂലിയാൻഡി ഒരു വലിയ ശക്തിപ്പെടുത്തൽ കർത്താവ് ചെയ്യുന്നല്ലോ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവശക്തി. നീ ക്ഷീണിച്ച ചില മേഖലക്കകത്ത്, ചില മരുഭൂമിയുടെ വിഷയത്തിനകത്ത്, അടഞ്ഞെന്ന് തോന്നുന്ന ചില വിഷയത്തിനകത്ത് ദൈവം നിന്നോട് കൈമാറുന്ന ഒരു ഭയങ്കര ദൈവശക്തി. ഇനിയും ദൂരയാത്രയുണ്ടെന്ന്, ഇനിയും ദൂരയാത്രയുണ്ടെന്ന്. അടഞ്ഞിട്ടില്ല. ശക്തിപ്പെടുത്തി ദൈവം നിന്നെ മൂവ് ചെയ്യിപ്പിക്കുകയാ. ഹല്ലേലൂയ. ചിലർ അടച്ചെന്ന് പറഞ്ഞതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ഈ ദൈവശക്തി കൊണ്ട് ചിലത് തുറക്കുന്നു. അടഞ്ഞ അധ്യായങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാ. അടച്ചു പൂട്ടി നീ സിബിട്ട ചില വിഷയങ്ങൾ, അടച്ചു പൂട്ടി നീ മടക്കി വെച്ച വിഷയങ്ങൾ, മറന്ന ചില വിഷയങ്ങൾ ഇന്ന് സംഭരം തുറക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ കാണുകയാ. ഈ മിനിറ്റുകൾ നിങ്ങൾ ഹല്ലേലൂയ ദയവായി നിങ്ങൾ കാഴ്ചക്കാരായിരിക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ദൈവ സാന്നിധ്യം ശക്തിയോടെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ശക്തി ഹല്ലേലൂയ. ഒരു അത്ഭുത ശക്തി. വായികളെ തുറന്ന് ശക്തി സ്വീകരിച്ചാട്ടെ. എന്തിനായി ശക്തി? നീണ്ട വർഷങ്ങൾ രക്തസ്രാവം പിടിച്ച് സകലവും അവസാനിച്ചെന്ന് പറഞ്ഞ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, അവളുടെ ലോകം അന്ന് സൗഖ്യമായെങ്കിൽ,
യേശു ചോദിക്കുക, എങ്കിൽ നിന്നു ശക്തി പുറപ്പെട്ടു, എങ്കിൽ നിന്നു ശക്തി പുറപ്പെട്ടു. ആരാ എന്നെ തൊട്ടത്? എങ്കിൽ നിന്നു ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി ആ വിടുതലിന്റെ ശക്തി. ഓ, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവശക്തി വെളിപ്പെടുന്നു. നിനക്ക് സൗഖ്യം തരുന്ന ഒരു ദൈവശക്തി. നാളുകളായി നിന്നെ വിഷമിപ്പിച്ച വിഷയത്തിനകത്തു നിന്ന് നിന്നെ ഫ്രീ ആക്കുന്ന ഒരു ദൈവശക്തി. ഇനി ഒരു വൈദ്യന്മാരുടെ അടുത്ത് നീ പോകേണ്ടി വരത്തില്ലെന്ന്. ഇനി നീ എങ്ങും ഓടേണ്ടി വരത്തില്ല. ഇന്ന് രാത്രി സൗഖ്യത്തെ തമ്പുരാൻ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഷീജ ഇടുക്കി അത് സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിലെ പ്രവചനത്തെ സ്വീകരിക്കുക. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നീണ്ട വർഷങ്ങളായി അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരം. ഈ സഹോദരിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. പക്ഷെ അവൾ ഒരു കാര്യം മനസ്സിലായി, ശക്തി പുറപ്പെട്ടപ്പോ ഇന്നലെ വരെ അവൾ അനുഭവിച്ചത് അവിടെ സ്റ്റോപ്പ് ആയെങ്കിൽ, ഇന്നലെ വരെ അവളെ കുടുക്കിയത് അവിടെ സ്റ്റോപ്പ് ആയെങ്കിൽ, ഇന്ന് ശക്തി. തൊടുന്നു യേശുവിന്റെ നാമത്തിൽ ശരീരത്തിനകത്ത് അസാധാരണമായ ദൈവശക്തി ഇറങ്ങുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. എനിക്കറിയാം ഈ വചനം ചില വിടുതലുകളെ വിളിച്ചുകൊണ്ട് വരികയാ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9-10 എഴുതി വച്ചിരിക്കുകയാ. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിന്റെ ബലഹീനതയെ, നമ്മുടെ ബലഹീനതയെ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. എഴുതി വച്ചിരിക്കുകയാണ്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവശക്തി എന്റെ മേലൊന്ന് ആവസിക്കണമെന്ന്, ആ ദൈവശക്തി എന്റെ മേലൊന്ന് വീഴണമെന്ന്, ആ ദൈവശക്തി എന്റെ മേലൊന്ന് നിറയണമെന്ന്. ഞാൻ കാണുന്നു ചിലരുടെ മേലൊക്കെ ഹല്ലേലൂയ ഒരു ഭയങ്കര ദൈവശക്തി വീഴുന്നത് പോലെ. റോസമാൻഡി പ്രാപിച്ചോ? ഭയങ്കര ദൈവശക്തി തൊടുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. എന്തിനാന്നറിയാമോ ഈ ദൈവശക്തി നിനക്ക്? എന്തിനാന്നറിയാമോ ഈ ദൈവശക്തി നിനക്ക് തരുന്നത്? എഴുതി വച്ചിരിക്കുകയാ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാൻ. എന്തിനാ നിനക്ക് ഈ ദൈവശക്തി പകർന്നത്? ആരും നിന്നെ അറ്റാക്ക് ചെയ്യാതെ, മറ്റൊരു ശക്തി നിന്നെ അറ്റാക്ക് ചെയ്യാതെ, ഒരു കഴുകന്റെ കുതിപ്പോടെ ചിറകടിച്ചുയരത്തിൽ. എന്തിനായി ദൈവശക്തി നിന്റെ മൺകൂടാരത്തിൽ പകർന്നത്? കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാൻ, തളർന്നു പോകാതെ ഓടാൻ. നിന്റെ ജീവിതത്തിന്റെ മരുഭൂ യാത്രയിൽ തളർച്ച വരാൻ സാധ്യതയുണ്ട്. നീ തകർന്നു പോകാൻ, നീ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നീ തളർന്നു പോകാതെ ഓടാൻ, നീ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. മരുഭൂമിക്കകത്ത് നീ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. വഴിയടയുന്ന വിഷയം കാണുമ്പോൾ നീ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി തമ്പുരാൻ പറയുക, ഇതിനെ ഓടി കയറാൻ നിന്റെ മേലൊരു ദൈവശക്തി.
ഓ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ദൈവശക്തിയെ സ്വീകരിച്ചോ. ഹല്ലേലൂയ. ഇത് ചിറകടിച്ച് പറക്കുകയാ. ഓ, ഇത് ചിറകടിച്ച് പറക്കും കാല ഉയരങ്ങളിൽ പറക്കുന്ന. ഓ റാബാ ബാബാ സന്ദരാദര ചൂടാലക്കറ്റൽ പ്രഭാതേരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകുന്ന സാഹചര്യം നിനക്ക് വരുമെന്ന് അപ്പനറിയാം. നീ ബലഹീനപ്പെടുന്ന സാഹചര്യം വരുമെന്നറിയാം. ഹല്ലേലൂയ. നിനക്ക് പ്രതിസന്ധി വരുമെന്നറിയാം. ആ സാഹചര്യത്തിനകത്ത് ഹല്ലേലൂയ ക്ഷീണിച്ചു പോകാതിരിക്കുക. നിന്റെ മേലൊരു ദൈവശക്തിയെ തമ്പുരാൻ തുറക്കുന്നു. ഓ, ഇന്ന് രാത്രി ഈ ദൈവശക്തി കൊണ്ട് ചില മലകളെ മെതിച്ച് കയറാൻ തുടങ്ങുകയാ. ചില പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ നടക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. പിശാച് നിന്റെ മുകളിൽ കൊണ്ടുവരുന്ന, പിശാച് നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഹല്ലേലൂയ വിഷയത്തിന്റെ മുകളിൽ ഇന്ന് രാത്രി നിന്നെ ജയിപ്പിക്കുവാൻ ഒരു ദൈവശക്തി തമ്പുരാൻ തുറക്കുന്നു. ഭയങ്കര ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വീകരിച്ച എനിക്കറിയാം, ആ ശരീരത്തിൽ വഹിക്കുവാൻ കഴിയാത്ത അസാധാരണമായ ദൈവശക്തി വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ച ശരീരത്തിനകത്തുനിന്ന് ചില രോഗബന്ധനങ്ങൾ അഴിയുന്നു. നിന്റെ വീടിനകത്ത് ഭയങ്കര സ്വസ്ഥത ദൈവം തരുന്നു. ചില വീടുകൾക്കകത്ത് കർത്താവ് ഇന്ന് രാത്രി ഭയങ്കര സ്വസ്ഥത തരികയാ. സമാധാനം നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് കർത്താവ് തൊടുന്നല്ലോ. ഓ റിബാലബ ശംദരാദന ജുഡാ കറ്റൽ പ്രഭാതേരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനായിരുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചിറകടിച്ച് കയറാൻ, ഹല്ലേലൂയ, നീ ക്ഷീണിക്കാതെ ഓടാൻ. ഇതിനായി ഈ ദൈവശക്തി നിനക്ക് പകർന്നത് നിനക്ക് സ്വന്തമല്ല, പക്ഷെ നിന്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാ. സ്വന്തമല്ലാത്തൊരു ദൈവശക്തി നിന്റെ മൺകൂടാരത്തിൽ. എൻ്റെ കുഞ്ഞ് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, എൻ്റെ കുഞ്ഞ് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പ്രശ്നം വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ ആത്മാവിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്ന ധൈര്യത്തോടെ പറയാമോ, ഇല്ല, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഒറ്റയ്ക്കല്ല. ചില വിഷയത്തിനകത്ത് ഒറ്റയ്ക്കല്ല. നിന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആരോടോ പ്രവചിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സൂസനാന്റി ഒറ്റയ്ക്കല്ല, ശക്തനാക്കുന്ന ഒരു ദൈവം. അച്ഛാമാന്റി ഒറ്റയ്ക്കല്ല, ചില വിഷയത്തിനകത്ത് ശക്തനാക്കുന്ന ഒരു ദൈവം. ഓ, ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. ഈ വിഷയത്തിനകത്ത് ഞാൻ എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും? പ്രാർത്ഥനാ മുറിക്കകത്ത് ചോദിച്ചില്ലേ, തമ്പുരാൻ പറഞ്ഞു, ഇല്ല, ഒറ്റയ്ക്കല്ല, നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മരുഭൂമിക്കകത്ത് ഹാഗാറേ, നീ ഒറ്റയ്ക്കല്ല, നിന്നെ ശക്തനാക്കുന്ന, നിന്റെ തലമുറയെ ശക്തീകരിക്കുന്ന. എനിക്കറിയാം, അസാധാരണമായ സാന്നിധ്യം ഇറങ്ങുകയാ. പരാജയപ്പെടത്തില്ല ദൈവമക്കളെ, പരാജയപ്പെടത്തില്ല. പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. വായ് തുറന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ തുടങ്ങിക്കോ. ഒരു ഭയങ്കര ദൈവശക്തി വീഴുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഒരു അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ഉദയാന്റെ ആ കരത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി വന്ന് വീഴുന്ന ഞാൻ ആത്മാവിൽ കാണുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 41:10 എഴുതി വച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കൂ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
ഭ്രമിച്ചു പോകുന്ന സാഹചര്യം വരൂ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഞാൻ അവിടെ നിന്നെ ശക്തീകരിക്കാം. മരുഭൂമിക്കകത്ത് ആരാ നിന്നെ സഹായിക്കാനുള്ളത്? ആരാ കണ്ണുനീര് കാണാനുള്ളത്? ആരാ കരച്ചില് കേൾക്കാനുള്ളത്? ആ വായ് തുറന്ന് പറ, എനിക്കൊരു ദൈവമുണ്ട്. ഓ, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. എന്റെ കരച്ചില് കാണുന്ന ഒരു ദൈവം, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് നീ ഓല ഓല കരയുന്ന കണ്ണുനീര് കാണുന്ന ഒരു ദൈവം. എന്റെ മുന്നിലിരിക്കുന്ന മാതാവേ, ഹല്ലേലൂയ, തലമുറകളെ ഓർത്ത് കരയുന്ന മാതാവേ, ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിന്റെ തലമുറയെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. നിന്റെ കണ്ണത്തും ദൂരത്താണോ അവര്? നിന്റെ കയ്യത്തും ദൂരത്താണോ അവര്? നിനക്ക് എന്നും ചെന്ന് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണോ അവര്? ഓ, വിശ്വസിക്ക. ശക്തനാക്കുന്ന ഒരു ദൈവം, ശക്തനാക്കുന്ന ഒരു ദൈവം. 2-3 മിനിറ്റുകൾ അന്യഭാഷയിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സുജാതാന്റി, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഇന്നൊരു ഭയങ്കര ദൈവശക്തി വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. ഹല്ലേലൂയ. അച്ഛന്റെ മേൽ ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഒരു ഭയങ്കര ദൈവശക്തി വീഴുകയാ ചില വിഷയത്തിനകത്ത്. സുജാതാന്റി, ചില വിഷയത്തിന്റെ മറുപടി ഈ ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുന്നേ കൺമുൻപിൽ തെളിഞ്ഞു വരുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഇത് വിടുതലിന്റെ സമയമാ, ഇത് വിടുതലിന്റെ മിനിറ്റുകളാ. ഈ മിനിറ്റുകൾ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ തലമുറകളുടെ ഒരു ഭയങ്കര വിടുതൽ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരോ. ഞാൻ സകലത്തിലോ ധൈര്യത്തോടെ പറ, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരിയ്ക്കുന്ന റൂമുകൾക്കകത്ത് ദൈവശക്തി വീഴുന്ന ഞാൻ കാണുന്നു. ചിലരിയ്ക്കുന്ന റൂമുകൾക്കകത്ത് ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇരിക്കുന്ന റൂമുകൾക്കകത്ത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വഹിക്കുവാൻ കഴിയാത്തതുപോലെ ഭയങ്കര ദൈവ സാന്നിധ്യം. ചിറകടിച്ച് പറക്കുവാൻ, ക്ഷീണിക്കാതെ ഓടുവാൻ, ഇനിയുള്ള സമയങ്ങൾ നീ ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മേലൊരു ബലത്തെ, ചില വിഷയങ്ങളെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുവാൻ ഒരു ദൈവശക്തി ഇന്ന് കർത്താവ് തുറക്കുകയാ. ചില വിഷയങ്ങളെ ധൈര്യത്തോടെ കൈകാര്യം ചെയ്യുവാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. തൊടുന്നല്ല, വായ് തുറന്ന് അന്യഭാഷി സ്തുതിച്ചോ. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ച ദൈവശക്തിയെ. രികാരം ധാരം ജാരം ദേരം ജോടം വൈടം ജഗനം ജഗടം ജഗലം ധാരം ചൂടാപാല രേഖത്താരം ജാടം ദേര ചാലം ദേരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അർത്ഥരാജ വൈഡ മാനധാര ജാല ശാരദാല പരിശുദ്ധ ആത്മാവേ അടധരധരധിയാരേഖാധരമനധിരാധന. അല്പസമയം അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഒരാത്മനിറവിന് വേണ്ടി ഗട്ട് റെഡിയാകട്ടെ. ഹല്ലേലൂയ. ഒരാത്മനിറവിന് വേണ്ടി റെഡിയായിക്കാട്ടെ. കർത്താവ് ചിലരെയൊക്കെ നിറയ്ക്കുന്നെന്ന് പറയുന്നല്ലോ. കർത്താവ് ചിലരെയൊക്കെ നിറയ്ക്കുന്നു. ഷാധാരാമാന ആർദ്ധാരഗതന വൈശ്യമനാഥന. കർത്താവ് ചിലരെയൊക്കെ നിറയ്ക്കുന്നല്ലോ. കർത്താവ് ആരൊക്കെയോ നിറയ്ക്കുന്നു. ശാംധാരാമന ഗദരാമനാഥന അടകച്ചഗതന വൈഡമനാഥന ജഗല. കർത്താവ് ആരൊക്കെയോ നിറയ്ക്കാൻ തുടങ്ങുന്നു. ഇന്ന്